വർക്കലയെ വിറപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ടയുണ്ട്. പേര് ഹെൽമറ്റ് മനു. പിടിയിലായിരിക്കുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ അയിരൂർ സ്വദേശി ആരോമലിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘം പിടികൂടിയത്. നല്ല പേരാ ആരോമൽ. പക്ഷേ നാട്ടിൽ അറിയപ്പെടുന്നത് കുപ്രസിദ്ധ ഗുണ്ട എന്ന പേരിലാണ്. ഹെൽമറ്റ് മനു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘം പിടികൂടി. ഇന്ന് പുലർച്ചെ ഒളിസങ്കേതത്തിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതി കുടുങ്ങിയത്. ബലപ്രയോഗത്തിലൂടെയാണ് സാഹസികമായി പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തിയത്. ആഷൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, ഹെൽമറ്റ് മനു വിറപ്പിച്ച ഗുണ്ടയാണെന്ന് കേട്ടു. പോലീസ് പിടിയിലായി അല്ലേ? തീർച്ചയായും വർക്കലയിലുള്ളവർക്ക് കൃത്യമായി തന്നെ അറിയാം. വർക്കലയെ വിറപ്പിച്ചിരുന്ന ഒരാളാണ് 24-കാരനായ ഹെൽമറ്റ് മനു അഥവാ അയിരൂർ സ്വദേശിയായിട്ടുള്ള ആരോമൽ എന്നുള്ളതാണ്. 24 വയസ്സിനിടയിൽ ഏതാണ്ട് 30-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ്. 2 തവണ കാപ്പ ലംഘിച്ചതിന് നിലവിൽ തന്നെ മറ്റ് കേസുകളുണ്ട്. അങ്ങനെ 3-ാം തവണയും ഇയാൾ കാപ്പ ലംഘിച്ച് ജില്ലയിലേക്ക് എത്തി. അവിടെ ഇയാളുടെ പെൺസുഹൃത്തിന്റെ ബന്ധുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. തുടർന്ന് ഇയാൾ അയിരൂർ പോലീസിൽ പരാതി നൽകുകയാണ്. ഈ പരാതി നൽകിയതിലെ വൈരാഗ്യത്തെ തുടർന്ന് ജൂൺ 30-ന് ഇയാൾ 3-ാം തവണയും കാപ്പ ലംഘിച്ച് ഈ ബന്ധുവിന്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വടിവാൾ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപം നടത്തുകയും അസഭ്യം പറയുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് ഈ ബന്ധുവിനെ മർദ്ദിച്ച് കടന്നുകളയുകയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവത്തിൽ വീണ്ടും ഈ ബന്ധു അയിരൂർ പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ജില്ലാ കളക്ടർ 3-ാം തവണയും ഇത്തരത്തിൽ കാപ്പ ലംഘിച്ച് ജില്ലയിലേക്ക് എത്തി അതിക്രമം നടത്തിയിട്ടുള്ള പ്രതിയെ പിടികൂടാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇയാളുടെ ഒളിസങ്കേതത്തിൽ റെയ്ഡ് നടത്തുന്നതും ഈ ഒളിസങ്കേതം തകർത്ത് ഇയാളെ ബലം പ്രയോഗിച്ച് അതിസാഹസികമായി പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിച്ച് കടന്നുകളഞ്ഞതിലെ കേസിലടക്കം പ്രതിയാണ്. എല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 24-കാരൻ ഏതാണ്ട് 30-ലധികം കേസുകളിലാണ് പ്രതി എന്നുള്ളത് ആണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ഇയാൾ അയിരൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ രാവിലെ തന്നെ ഇയാളെ പിടികൂടിയ ശേഷം ഈ പ്രത്യേക സ്ക്വാഡ് അയിരൂർ പോലീസിന് ഇയാളെ കൈമാറിയിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും വർക്കലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. കാരണം ഇയാൾ വലിയ തരത്തിൽ അവിടെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അതിക്രൂരമായ കൊലപാതക ശ്രമത്തിലടക്കം ഇയാൾ കേസിലടക്കം പ്രതിയാണ്. വലിയൊരു തലവേദനയാണ് നിലവിലിപ്പോൾ എന്തായാലും വർക്കലയ്ക്ക് ഒഴിവായിട്ടുള്ളത്. ഹെൽമറ്റ് മനു എന്ന ആരോപണനെ പിടികൂടിയിരിക്കുന്നു പോലീസ്.